2016 ജൂൺ മാസം 27 ഗുജറാത്ത് സൂറത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൃത്യം രാത്രി 11:15 ഒരു സ്ത്രീ വളരെ പരിഭ്രാന്തിയോടുകൂടി വിളിച്ചു. ഫോൺ എടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു, എന്താണ് പ്രശ്നം? ആ സ്ത്രീക്ക് എന്താണ് പറയേണ്ടതെന്ന് ശരിക്കും അറിയില്ല. അവളുടെ ശബ്ദത്തിൽ ഭയങ്കരമായ ഒരു വിറയലുണ്ട്. അവൾ പറഞ്ഞു, സർ, നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയില്ല. ദയവായി എൻ്റെ വീട്ടിലേക്ക് ഉടൻ തന്നെ വരണം. എൻ്റെ മുഴുവൻ കുടുംബവും ഇവിടെ അപകടത്തിലാണ്. നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ. ഇങ്ങനെ വീടിന്റെ വിലാസവും നൽകി. പോലീസിന് ഇപ്പോൾ ഒന്നും മനസ്സിലായില്ല. രാത്രിയിൽ ഒരു പെൺകുട്ടി എന്തിനാണ് ഇത്ര പരിഭ്രാന്തിയോടുകൂടി വിളിക്കുന്നത് എന്ന് അവർ ആശ്ചര്യത്തോടുകൂടി അടുത്ത 10-20 മിനിറ്റിനുള്ളിൽ ഒരു 4-5 പോലീസ് ഉദ്യോഗസ്ഥർ ആ വിലാസത്തിലെത്തി. രാത്രി 11:45 അവർ ആ വീട്ടിലെത്തി. ആ വീടിന്റെ പുറത്തെ ഗേറ്റ് തുറന്നിരിക്കുകയാണ്. കൂടാതെ വീടിന്റെ വാതിലും തുറന്നിട്ടുണ്ട്. ആ പ്രദേശത്ത് ഈ താമസിക്കുന്ന ആ ഏരിയ എന്നത് അതിസമ്പന്നർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. പോലീസ് വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നു. അവിടെ ലിവിംഗ് റൂമിൽ ഒരാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ആരോ അയാളെ ക്രൂരമായി കുത്തി കൊന്നിട്ടുണ്ട്. പോലീസ് തൽക്ഷണം തന്നെ പരിഭ്രാന്തരായി. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആംബുലൻസിനെ വിളിച്ചു. പാരാമെഡിക് ടീമിനെ വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ ക്രൈം സീൻ പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ വീടിന്റെ 1-ാം നിലയിലുള്ള ഒരു മുറിയിൽ നിന്നും ആരോ അകത്തു നിന്ന് വാതിൽ മുട്ടുകയാണ്. അവർ ആ വാതിൽ ഇങ്ങനെ അടിക്കുകയാണ്. അതായത് മുകളിലത്തെ മുറിയിൽ ആരോ ഒരാളെ ബന്ധിയാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ മുകളിലേക്ക് പോലീസ് ഓടി. വാതിൽ തുറന്നയുടൻ തന്നെ ഒരു സ്ത്രീ പരിഭ്രാന്തിയോടുകൂടി പുറത്തേക്ക് വന്നു. കയ്യിൽ ഒരു കുഞ്ഞുമുണ്ട്. പോലീസിനെ കണ്ടയുടനെ അവർ ഒരു ആശ്വാസത്തിൽ നെടുവീർപ്പ് വിട്ടു. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥനോട് അവർ പറഞ്ഞു, സർ, ഞാൻ തന്നെയാണ് നിങ്ങളെ വിളിച്ചത്. പെട്ടെന്ന് 2 പേർ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി. അവർ കത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി അകത്ത് പൂട്ടിയിട്ടു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ഭർത്താവ് പുറത്തായിരുന്നു. എന്താണ് സംഭവിച്ചത്? എൻ്റെ ഭർത്താവ് ഇപ്പോൾ സുരക്ഷിതനല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ പോലീസിന് ആ സ്ത്രീയോട് എങ്ങനെ പ്രതികരിക്കണമെന്നേ അറിയില്ലായിരുന്നു. അങ്ങനെ അവർ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു. ലിവിംഗ് റൂമിൽ ഭർത്താവ് രക്തം വാർന്നു കിടക്കുന്നത് ആ സ്ത്രീ കണ്ടു. അവൾ അവിടെ തന്നെ ബോധരഹിതയായി. എന്നാൽ ഭാഗ്യവശാൽ പോലീസ് വളരെ സുരക്ഷിതമായി അവളുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ പിടിച്ചു. അതിനുശേഷം പോലീസ് ആ സ്ത്രീയുടെ മാതാപിതാക്കളെ വിളിച്ച് അവരോട് വരാൻ ആവശ്യപ്പെട്ടു. ആ സ്ത്രീയെയും കുഞ്ഞിനെയും അവർക്ക് കൈമാറി. ഇപ്പൊ പോലീസ് ആ കുറ്റകൃത്യം നടന്ന സ്ഥലം മുഴുവനും സുരക്ഷിതമാക്കി. എന്തെങ്കിലും തെളിവ് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ ഫോറൻസിക് സംഘം ആ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് സമഗ്രമായി തിരച്ചിൽ നടത്തി. വിരലടയാളമോ കാൽപ്പാടുകളോ DNA എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. ഇങ്ങനെ ലഭിക്കുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കാൻ തുടങ്ങി. മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥർ വീട് മുഴുവനും പരിശോധിക്കുമ്പോൾ അതൊരു സമ്പന്ന കുടുംബമാണെന്ന് മനസ്സിലായി. അതിനാൽ തീർച്ചയായും ഇതൊരു കവർച്ചയ്ക്ക് വേണ്ടി നടത്തിയ കൊലപാതകമായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ വീട്ടിലെ എല്ലാ അലമാരകളും വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ലോക്കറുകൾ തുറന്നു പരിശോധിച്ചു. എന്നാൽ ആ വീട്ടിൽ നിന്നും ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് വ്യക്തമായതിനാൽ ഇത് കവർച്ചയ്ക്ക് വേണ്ടി നടത്തിയ കൊലപാതകം അല്ല. ആരോ ഈ വ്യക്തിയെ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസിന് തോന്നി. ഇപ്പൊ കൊല്ലപ്പെട്ട ആ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുമ്പോൾ അയാളുടെ പേര് ദീക്ഷിത് എന്നാണ്. ഗുജറാത്തിലെ ഒരു വലിയ ബിസിനസ്സുകാരൻ. ഒരു ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തുന്നു. 1-ലധികം കമ്പനികളുണ്ട്. കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. വീട്ടിൽ ഇത്രയധികം സ്വർണം, വജ്രാഭരണങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും, കോടിക്കണക്കിന് രൂപ പണം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും 1 രൂപ പോലും മോഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് പോലീസിനെ വിളിച്ച ആ സ്ത്രീയുടെ പേര് വെൽസി എന്നാണ്. പോലീസ് അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭർത്താവിന്റെ മരണത്തിലെ ഞെട്ടലിൽ നിന്നും അവൾ ഇതുവരെയും കരകയറിയിട്ടില്ല. പിന്നെ ഈ കുടുംബ ബന്ധങ്ങളോടെല്ലാം പോലീസ് സംസാരിച്ചു. കൊല ചെയ്യപ്പെട്ട പുരുഷന്റെ മാതാപിതാക്കളോട് സംസാരിച്ചു. വെൽസി എന്ന സ്ത്രീയുടെ മാതാപിതാക്കളോടും അവർ സംസാരിക്കുന്നു. ആ സമയം മനസ്സിലായത് ഈ പുരുഷന് ബിസിനസ്സിൽ കാര്യമായ ശത്രുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതും കൊല്ലാൻ തക്ക വിധമുള്ള ശത്രുക്കളൊന്നും അയാൾക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം, അയാൾക്ക് അങ്ങനെ പറയത്തക്ക ശത്രുക്കളില്ല. കൊല്ലാൻ അങ്ങനെ ആരും ആഗ്രഹിച്ചിട്ടുമില്ല. വീട്ടിൽ കവർച്ചയും നടന്നിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഈ കൊലപാതകം നടന്നത്? ഈ കൊലപാതകത്തിന് പിന്നിലെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ പോലീസിന് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നു. കൂടാതെ പോലീസിന്റെ സംശയങ്ങളെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറിയ ആളുകൾ പിൻവാതിലോ ജനാലയോ തകർത്തിട്ടില്ല. അവർ മുൻവാതിലിലൂടെയാണ് അകത്തേക്ക് കടന്നത്. അതേ മുൻവാതിലിലൂടെയാണ് പുറത്തേക്കും പോയത്. നിർബന്ധിതമായ പ്രവേശനം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത ഘട്ടമായി പോലീസ് മണം പിടിക്കുന്ന നായയെ കൊണ്ടുവന്ന് തിരച്ചിൽ ആരംഭിച്ചു. ഈ നായ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്നും വീടിന് താഴെയുള്ള കാർ ഷെഡിലേക്ക് പോകുന്നു. അതായത് ഈ കൊലപാതകം നടത്തിയ ആളുകൾ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അവർ ഇവിടെ നിന്നാണ് രക്ഷപ്പെട്ടത്. പിന്നീട് പോലീസ് വീണ്ടും ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇയാളെ കൊലപ്പെടുത്തിയ വ്യക്തികൾ ഈ ദീക്ഷിത് എന്ന വ്യക്തിയുടെ കാറിലാണ് രക്ഷപ്പെട്ടത്. അതായത് അവർ അദ്ദേഹത്തിന്റെ കാർ മോഷ്ടിച്ചിട്ട് അതൊരു രക്ഷപ്പെടൽ വാഹനമായി ഉപയോഗിച്ചിട്ടുണ്ട്. പോലീസ് ആദ്യം ചെയ്തത്
ആ കാർ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു പക്ഷേ കാർ കണ്ടെത്തിയാൽ അതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും സൂചന ലഭിച്ചേക്കാം. അങ്ങനെ കാറിനായി തിരച്ചിൽ നടത്തുമ്പോൾ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം നഗരത്തിൽ നിന്നും ഒറ്റപ്പെട്ട സ്ഥലത്ത് പോലീസുകാർ ദീക്ഷിത്തിന്റെ കാർ കണ്ടെത്തി. ഉടൻ കാറിനുള്ളിൽ തിരയാൻ തുടങ്ങി. ഫോറൻസിക് സംഘം ഇഞ്ചിഞ്ചായി തിരച്ചിൽ നടത്തുന്നു. ഉള്ളിൽ എന്തെങ്കിലും സൂചന കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കിയപ്പോൾ നിർഭാഗ്യവശാൽ കാറിനുള്ളിൽ നിന്നും ഒരു സൂചനയും ലഭിച്ചില്ല. പോലീസിന് അത് വലിയ ആശ്ചര്യമായിരുന്നു. ആരോ അയാളെ കൊന്നിട്ട് അയാളുടെ കാറിൽ തന്നെ രക്ഷപ്പെട്ടു. അപ്പൊ തീർച്ചയായും എന്തെങ്കിലും ഒരു തെളിവ് കാറിൽ ഉണ്ടാകണം. ഒരു ഫിംഗർ പ്രിന്റ്സ്, കാൽപ്പാട്, അല്ലെങ്കിൽ ഒരു മുടിയുടെ സാമ്പിൾ, ഒരു ഫൈബർ മെറ്റീരിയൽ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. പക്ഷെ ഏതൊരു തെളിവും ഫോറൻസിക് സംഘത്തിനോ പോലീസിനോ ആ കാറിനുള്ളിൽ നിന്നും ലഭിച്ചില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബിസിനസ്സിൽ ശത്രുക്കളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ? ഒന്നുകിൽ അയാൾക്ക് എന്തെങ്കിലും ഇല്ലീഗൽ അഫയർ ഉണ്ടായിരുന്നിരിക്കുമോ? ആ ഒരു രീതിയിലും അന്വേഷണം മുന്നോട്ട് പോയി. പക്ഷേ അത്തരം ബന്ധങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് മനസ്സിലായി. ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷകരമായി തന്നെയായിരുന്നു ജീവിച്ചത്. അവർക്കൊരു കുട്ടിയുമുണ്ട്. ഈ കൊലപാതകത്തിന്റെ ഉദ്ദേശം എന്താണെന്നറിയാതെ ശരിക്കും പോലീസ് ആശയക്കുഴപ്പത്തിലായി. ഈ കേസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നേ അറിയില്ല. ഇങ്ങനെ അവർ സ്തബ്ധരായി നിൽക്കുകയായിരുന്നു. ഗുജറാത്തിൽ ഇത്രയും ധനികർ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ദീക്ഷിത് എന്ന ഈ ബിസിനസ്സുകാരന്റെ കൊലപാതകത്തിന് പിന്നിലെ ആളുകൾ ആരാണ്? അവരുടെ ഉദ്ദേശം എന്താണ്? അവർ അയാളെ എങ്ങനെയാണ് കൊന്നത്? ഈ കൊലപാതകത്തിന് പിന്നിൽ എന്തൊക്കെയാണ് മറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ ഗുജറാത്ത് സൂറത്തിൽ സംഭവിച്ച വളരെ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അങ്ങനെ ദീക്ഷിത് എന്ന ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രിപ്ഷനുമായിരിക്കും എൻ്റെ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത്, മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നത്. ക്രൈം സീനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് വലിയ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. വന്നവർ കൃത്യമായി പദ്ധതിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത്. ഒരു DNA-യോ കാൽപ്പാടോ ഫിംഗർ പ്രിന്റ്സോ ഒന്നും ഇല്ല. മൊത്തത്തിൽ ഈ കൊലയാളികൾ വീട്ടിൽ കയറി ഒരു കൊലപാതകം നടത്തി എന്നതിന് ഒരു തെളിവ് പോലുമില്ല. ഇപ്പോൾ പോലീസ് അവരുടെ അടുത്ത ഘട്ട അന്വേഷണം എവിടെ നിന്നാണ് ആരംഭിക്കുക? മൊബൈൽ ഫോൺ രേഖകൾ. പല കുറ്റകൃത്യങ്ങളിലും നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നത്. അപ്പോൾ 11 മണി മുതൽ 11:30 ഇടയിലുള്ള ഈ സമയത്ത് ഇവരുടെ വീടിനടുത്ത് ആരുടെ എല്ലാം സെൽഫോൺസ് ആക്റ്റീവ് ആയിരുന്നു? ഇങ്ങനെ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്തു. ഏകദേശം 1000കണക്കിന് ഡാറ്റ ലഭിച്ചു. അതും പോലീസ് ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കൊല ചെയ്യപ്പെട്ട ദീക്ഷിത്തിന്റെ ഭാര്യയായ ആ സ്ത്രീ വെൽസി, അവരോട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചോദിച്ചറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷെ ആ സ്ത്രീ ഇപ്പോഴും പോലീസിനോട് സംസാരിക്കാൻ തയ്യാറായില്ല. മാനസികമായി വളരെ അസ്വസ്ഥയായതിനാൽ പോലീസ് അവർക്കൊരു 2 ദിവസത്തെ സമയം നൽകി. ബന്ധുക്കളോട് പറഞ്ഞത്, എപ്പോഴാണോ അവർ സംസാരിക്കാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഞങ്ങളെ അറിയിച്ചാൽ മതി, ഞങ്ങൾ വന്നവരെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ആ സ്ത്രീ പതിയെ റിക്കവറായി. പോലീസ് വെൽസിയോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. വന്ന ഈ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ വെൽസി പറഞ്ഞത് മൊത്തം 2 പേരാണ് വന്നത്. കത്തിയുമായി വീട്ടിലേക്ക് കയറി. അവരുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. കാരണം അവർ മുഖംമൂടി ധരിച്ചിരുന്നു, കയ്യിൽ ഗ്ലൗസും ധരിച്ചിരുന്നു. ഇവർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റും ക്രൈം സീനിൽ ലഭിച്ച തെളിവുകളും എല്ലാം മാച്ച് ആകുന്നുണ്ട്. ഇവർ വളരെ കൃത്യമായി ഗ്ലൗസ് എല്ലാം ധരിച്ചു വന്നതുകൊണ്ടാണ് ക്രൈം സീനിൽ ഏതൊരു തെളിവും അവർക്ക് ലഭിക്കാത്തത്. ശരി, ഇപ്പൊ വ്യക്തമായി തന്നെ പറയുക, നിങ്ങൾ എത്ര മണിക്കാണ് വീട്ടിലേക്ക് വന്നത്? എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇങ്ങനെ കൃത്യമായി പറയാൻ ആവശ്യപ്പെട്ടു. വെൽസി പറഞ്ഞത്, സർ, അന്നത്തെ ദിവസം ജൂൺ മാസം 27-ാം തീയതി 2016 ഞാനും എൻ്റെ ഭർത്താവും ഷോപ്പിങ്ങിന് പോയിരുന്നു. ഞങ്ങൾ രാത്രി ഒരു 10:30 വരെയും ഷോപ്പിംഗ് നടത്തി. 10:55 ഞങ്ങൾ വീട്ടിലെത്തി. വീടിനുള്ളിലേക്ക് വന്ന് കാർ പാർക്ക് ചെയ്തു. സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പുറത്തുള്ള ഒരു ഗേറ്റ് അത് ഞങ്ങൾ ആദ്യം ലോക്ക് ചെയ്യും. പിന്നീട് അകത്തെ വാതിൽ അതും ഞങ്ങൾ ലോക്ക് ചെയ്യും. പിന്നീട് ഞങ്ങൾ മുകളിൽ ഉറങ്ങാനായി പോകും. അന്നത്തെ ദിവസവും ഇതാണ് സംഭവിച്ചത്. ഭർത്താവ് കാർ പാർക്ക് ചെയ്തിട്ട് പുറത്തെ ഗേറ്റ് ലോക്ക് ചെയ്തു. പിന്നീട് അകത്തേക്ക് വന്ന് ഡോറും ലോക്ക് ചെയ്തു. ഭർത്താവ് ഈ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മുകളിലുള്ള എൻ്റെ മുറിയിലേക്ക് പോയി. ഞാൻ പുറത്തേക്ക് പോകാൻ ചില ആഭരണങ്ങൾ ധരിച്ചിരുന്നു. അതെല്ലാം ഞാൻ അഴിച്ചു മാറ്റി ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ചു. പിന്നീട് വസ്ത്രം മാറിക്കൊണ്ടിരുന്നു.
ആ സമയത്ത് ഭർത്താവ് അകത്തേക്ക് വന്ന ഭർത്താവ് അയ്യോ ഞാനത് മറന്നല്ലോ എന്ന് പറഞ്ഞു. ഞാനും എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ വരാം 1 മിനിറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. എന്തിനാണ് അദ്ദേഹം പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചിന്തിച്ചത് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു ലൈറ്റ് ഉണ്ട്. പലപ്പോഴും ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ ഭർത്താവ് മറന്നു പോകും. രാത്രി മുഴുവനും ലൈറ്റ് കത്തിക്കിടക്കും. ഒരു പക്ഷെ ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി. എന്നാൽ അല്പസമയത്തിനുള്ളിൽ പെട്ടെന്ന് താഴെ നിന്നും ഭയങ്കരമായൊരു ശബ്ദം കേട്ടു. എൻ്റെ ഭർത്താവിൻ്റെ നിലവിളിയും കേട്ടു. എന്ത് ചെയ്യണമെന്നേ അറിയില്ല. ഞാൻ വാതിൽ തുറന്ന് താഴേക്ക് വന്നപ്പോൾ മുഖംമൂടി ധരിച്ച 2 പേർ കയ്യിൽ കത്തിയുമായി എൻ്റെ ഭർത്താവിനെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ എന്നെയും കണ്ടു. ഒരാൾ എൻ്റെ ഭർത്താവിനെ പിടിച്ചിട്ട് മറ്റൊരാൾ എൻ്റെ അടുത്തേക്ക് വന്നു. അവർ എന്നെ നേരെ മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി തള്ളിയിട്ടു. പിന്നെ ഞാൻ അഴിച്ചു മാറ്റി വെച്ച എൻ്റെ ആഭരണങ്ങൾ, ധരിച്ചിരുന്ന ചെയിൻ, മാല, എൻ്റെ വളകൾ ഇവയെല്ലാം അവൻ എടുത്തു. അതിനുശേഷം അവർ എന്നെയും എൻ്റെ കുട്ടിയെയും ഈ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. ഇത് സംഭവിക്കുമ്പോൾ ഒരു 11:15 ആയിട്ടുണ്ടാകും. എന്നെ അകത്ത് പൂട്ടിയിട്ടതിന് ശേഷം എനിക്ക് വല്ലാത്ത ഭയം വന്നു. ഭർത്താവ് പുറത്ത് ഒറ്റയ്ക്കാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇങ്ങനെ ഭയന്നുകൊണ്ടാണ് ഞാൻ ആ സമയം നിങ്ങൾക്ക് ഫോൺ വിളിച്ചത്. ഇപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നോക്കിയാൽ 11:15 ഇവർ പോലീസിനെ വിളിച്ചു. പോലീസ് കോൾ അറ്റൻഡ് ചെയ്ത് അടുത്തൊരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തി. പക്ഷെ പോലീസ് അകത്ത് വന്നപ്പോൾ 11:45. അതിനുള്ളിൽ തന്നെ ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 11:15 മുതൽ 11:30 ഇതിനുള്ളിൽ 15 മിനിറ്റ് ഇതിനിടയ്ക്കായിരിക്കണം ഈ കൊലപാതകം സംഭവിച്ചത്. ഇതിനുശേഷം താഴെ എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. തുടർന്ന് ഞാൻ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. നിങ്ങൾ വന്ന് കതക് തുറക്കുമ്പോഴാണ് താഴെ ഭർത്താവ് മരിച്ചു കിടക്കുന്ന കാര്യം തന്നെ എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ അവർ കരഞ്ഞുകൊണ്ട് അവരുടെ മൊഴി കൊടുത്തു. ഇപ്പോൾ ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഊഹിച്ചു 2 പേർ വീടിനുള്ളിലേക്ക് കയറി എന്നുണ്ടെങ്കിൽ ഇതിനകം അവർ കോമ്പൗണ്ടിനുള്ളിൽ ഒളിച്ചിരുന്നിട്ടുണ്ടാകണം. ഇവിടെ 2 കാര്യം സംഭവിച്ചിട്ടുണ്ടാകാം. ഒന്നാമത്തേത്, ഇവർ വാതിൽ തുറന്ന് അകത്തേക്ക് പോയപ്പോൾ ഇവരും പിന്നിലൂടെ വന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ടാകണം. ഇതല്ല എങ്കിൽ രണ്ടാമത്തെ കാര്യം, ഭർത്താവ് ഷെഡിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോയ സമയം, എന്നിട്ട് തിരികെ വീടിനുള്ളിലേക്ക് അദ്ദേഹം കയറിയപ്പോൾ അദ്ദേഹത്തെ തള്ളി വീടിനുള്ളിലേക്ക് ഇട്ടിട്ട് ഈ 2 പേർ അകത്തേക്ക് വന്നിട്ടുണ്ടാകാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കാം എന്ന രീതിയിൽ പോലീസ് ചിന്തിച്ചു. ഇപ്പൊ പോലീസ് വെൽസിയോട് വീണ്ടും ചോദിച്ചു, ശരി, നിങ്ങൾക്ക് അവരുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല, എന്നാൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. വെൽസിയും വളരെ നേരം ചിന്തിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. സാർ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അവർ ഗുജറാത്ത് ഭാഷയല്ല സംസാരിച്ചത്, ഹിന്ദിയാണ് സംസാരിച്ചത്. ഈ സമയം പോലീസ് ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നടത്തിയ ആളുകൾ ഗുജറാത്ത് സംസ്ഥാനത്തിലുള്ളവരായിരിക്കില്ല, അയൽ സംസ്ഥാനം, വടക്കേ ഇന്ത്യയിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ഗുജറാത്തിൽ നിന്നുള്ള ഒരാളെ പിടിക്കുക തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഉദ്ദേശം എന്താണെന്ന് അറിയില്ല, അതും അജ്ഞാതരാണ്. അപ്പോൾ പിന്നെ ഗുജറാത്തിന് പുറത്തുള്ള ഒരാളെ എങ്ങനെയാണ് പിടിക്കാൻ സാധിക്കുക? തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ്. പോലീസ് വീണ്ടും ആ വീട് മുഴുവനും പരിശോധിക്കുമ്പോൾ ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ അവർ വളരെ സമ്പന്ന കുടുംബമാണ്. ഇവരുടെ കബോർഡ് തുറന്നു നോക്കി. ഗോൾഡ് ബിസ്ക്കറ്റ് ഉണ്ട്, വജ്രക്കല്ലുകളുണ്ട്, റോളക്സ് വാച്ച് ഉണ്ട്. വീടിനുള്ളിൽ അത്രയേറെ ലക്ഷറിയസ് കാർസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഈ കൊലയാളി ഒന്നും തന്നെ എടുത്തിട്ടില്ല. ആ കാർ മാത്രം കൊലയ്ക്ക് ശേഷം എടുത്തുകൊണ്ടുപോയി. അതും കാർ മോഷ്ടിക്കാനല്ല എടുത്തത്, ഒരു രക്ഷപ്പെടൽ വാഹനമായി മാത്രം അതിനെ ഉപയോഗിച്ചു. പിന്നീട് ആ കാർ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായും കവർച്ചയല്ല ഉദ്ദേശം. ഇങ്ങനെ അന്വേഷണങ്ങൾ തുടരുമ്പോൾ തന്നെ ഈ കേസ് മാധ്യമങ്ങളിൽ എത്തുന്നു. ജനങ്ങൾ ആവേശത്തോടു കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഒരു വലിയ ബിസിനസ്സുകാരനെ കൊലപ്പെടുത്തിയത് കൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ പോലും ഈ ഒരു കേസ് പരിഹരിക്കാൻ DGPക്ക് വലിയ സമ്മർദ്ദം കൊടുത്തു. നമ്മുടെ ഇന്ത്യൻ പോലീസൊക്കെ എടുത്തു നോക്കിയാൽ ഒരു കൊലപാതകത്തിൽ 2 തരത്തിലുള്ള തെളിവുകളായിരിക്കും ആദ്യം പരിശോധിക്കുക. ഒന്ന് സെൽഫോൺ റെക്കോർഡ്സ്, മറ്റൊന്ന് CCTV ഫുട്ടേജസ്. എന്നാൽ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കുമുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ഇത്ര വലിയൊരു ബിസിനസ്സുകാരന്റെ വീട്, പക്ഷെ അവിടെ CCTV ഇല്ല. ഇതാണ് പോലീസിനെ ഞെട്ടിപ്പിച്ചത്. അതിനുള്ള കാരണം ആർക്കും അറിയില്ല. ശരി, ആ വീട്ടിൽ CCTV ഇല്ല, പക്ഷേ ആ ഏരിയയിലെ എല്ലാവരും സമ്പന്നരായതുകൊണ്ട് ഈ വീടിന് ഓപ്പോസിറ്റുള്ള ഒരു വീട്, അവിടെ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയും ഇവരുടെ വീടിന്റെ വാതിൽ നോക്കിയാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതിനാൽ ആ CCTV ദൃശ്യങ്ങളിലൂടെ എന്തെങ്കിലും തെളിവ് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ അത് പരിശോധിക്കാൻ തുടങ്ങി. അതായത് ജൂൺ മാസം 27-ാം തീയതിയുള്ള ഫുട്ടേജസ് ആയിരുന്നു പോലീസ് പരിശോധിച്ചത്. കൃത്യം രാത്രി 9:45 ഒരു ഓട്ടോറിക്ഷ ഇവരുടെ വാതിന് മുൻപിൽ വന്ന് നിൽക്കുന്നു. ആ ഓട്ടോയിൽ നിന്നും 2 പേർ പുറത്തേക്ക് ഇറങ്ങുന്നു. അവർ മുഖംമൂടി ധരിച്ചിരുന്നു, കയ്യിൽ ഗ്ലൗസുമുണ്ട്.
ഈ രണ്ടുപേരും ഇവരുടെ വീടിന്റെ കോമ്പൗണ്ട് മതിൽ കയറി അകത്തേക്ക് ചാടിയിട്ടുണ്ട്. ഇതാണ് പോലീസിന് ലഭിച്ച വലിയൊരു വഴിത്തിരിവ്. അങ്ങനെ 9:45 രണ്ടുപേർ അകത്ത് കയറി ഒളിച്ചിരുന്നിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ ഷോപ്പിങ്ങിന് പോയി വരുന്നത് വരെയും അവരവിടെ തന്നെയായിരുന്നു. 10:55 ആയപ്പോൾ ഷോപ്പിങ്ങിന് പോയ ഭാര്യ ഭർത്താക്കന്മാർ തിരികെ വീട്ടിലേക്ക് എത്തി. എന്നാൽ അതിനുശേഷം ആ വീടിനുള്ളിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് ഗേറ്റിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ദൃശ്യങ്ങളൊന്നും വിസിബിൾ അല്ല. പക്ഷെ അവരുടെ വീടിനുള്ളിൽ ആരൊക്കെ പോകുന്നു വരുന്നു എന്നുള്ളതെല്ലാം അതിൽ കൃത്യമായി കാണാൻ കഴിയും. അടുത്ത ഒരു 20 മിനിറ്റിനുള്ളിൽ 11:20 ദീക്ഷിത് എന്ന വ്യക്തിയുടെ ഈ കാർ വളരെ വേഗത്തിൽ ആ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ കാർ പുറത്തേക്ക് കൊണ്ടുപോയത് കൊലപാതകികളായിരിക്കും. ദീക്ഷിത്തിനെ കൊന്നതിന് ശേഷം ഭാര്യ പറഞ്ഞതുപോലെ ഈ കാറിൽ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയധികം വിവരം ലഭിച്ചിട്ട് കൂടിയും ഈ CCTV ദൃശ്യങ്ങളിലൂടെ ഈ കൊലപാതകിയുടെ മുഖം പകർത്താനോ അല്ലെങ്കിൽ ഇവർ വന്ന ഓട്ടോറിക്ഷയുടെ നമ്പർ പ്ലേറ്റ് കണ്ടെത്താനോ കഴിഞ്ഞില്ല. കാരണം ഇവരെ ഡ്രോപ്പ് ചെയ്ത ഈ ഒരു ഓട്ടോ അതിന്റെ നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊലപാതകികൾ മുൻപേ വളരെ പദ്ധതിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. വീടിനുള്ളിലേക്ക് എങ്ങനെ വന്നു, എങ്ങനെ പോയി എന്നതിനെ കുറിച്ച് ഒരു ചെറിയ സൂചന പോലും പോലീസിന് അവർ നൽകിയിട്ടില്ല. അത്രയേറെ സമർത്ഥമായി തന്നെ ചെയ്തിട്ടുണ്ട്. ശരി, ഇപ്പൊ ഈ കൊലപാതകിയുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ദീക്ഷിതിന്റെ കാറിലാണ് അവർ രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കാർ നമ്പർ അറിയാം. അപ്പോൾ ഈ വീട്ടിൽ നിന്നും കാർ എവിടെയാണ് ഉപേക്ഷിക്കപ്പെട്ടത് അതിനിടയിലുള്ള വഴികളിലെ ഈ CCTV ഫുട്ടേജസ് എല്ലാം പരിശോധിക്കാം. അതിൽ കൊലയാളിയുടെ മുഖം എന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ നിർഭാഗ്യവശാൽ അതൊരു രാത്രി സമയമായിരുന്നു. കൊലയാളികൾ മുഖംമൂടിയും ധരിച്ചിരുന്നു. കാർ ഓടിച്ചിരുന്നത് ആരാണെന്ന് മുഖം കാണാനോ കാർ ഓടിച്ചിരുന്നത് ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിനെല്ലാം ഉപരി കൊലയാളി കൃത്യമായി തന്നെ എല്ലാം പദ്ധതിയിട്ടിട്ടുണ്ട്. അതായത് ദീക്ഷിത്തിന്റെ വീട്ടിൽ നിന്നും ഈ കാറിൽ രക്ഷപ്പെടുകയാണെങ്കിൽ ഏത് പ്രദേശത്തുകൂടെയാണ് രക്ഷപ്പെടേണ്ടത്, ഏത് തെരുവിലൂടെ പോകണം, ഏത് റോഡിലൂടെ പോകണം, ഏത് പ്രദേശത്താണ് CCTV ക്യാമറകൾ കുറവായുള്ളത്, ഇവയെല്ലാം മുൻകൂട്ടി കൃത്യമായി തന്നെ അറിഞ്ഞു വെച്ചിട്ടാണ് അവർ പോയത്. അതിനാൽ ഇവർ രക്ഷപ്പെട്ടു പോയ വഴികളിൽ ചില CCTV ദൃശ്യങ്ങൾ മാത്രമായിരുന്നു പോലീസിന് ലഭിച്ചത്. മൊത്തത്തിൽ ഈ CCTV ദൃശ്യങ്ങളെ കൊണ്ട് പോലീസിന് ഒട്ടും തന്നെ പ്രയോജനമുണ്ടായില്ല. അവർക്ക് ഓട്ടോയുടെ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രക്ഷപ്പെട്ട് ഓടിയെങ്കിലും അവസാനം ആ കാർ ഉപേക്ഷിച്ച് അവരെവിടെ പോയി, എങ്ങനെ പോയോ ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ പോലീസ് ഈ ഒരു കേസിൽ അടുത്ത് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് തല പുകയ്ക്കുന്നതിനിടയിൽ അവർക്കുള്ളിൽ തന്നെ പോലീസുകാർ ഒരു ചർച്ച നടത്തി. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഈ വീട്ടിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അതൊരു ജോയിന്റ് ഫാമിലിയാണ്. ദീക്ഷിത്, ഭാര്യ, ദീക്ഷിത്തിന്റെ അമ്മ, അച്ഛൻ, പിന്നീട് അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ, ജോയിന്റ് ഫാമിലി. എന്നാൽ കൊലപാതകം നടന്ന ആ ദിവസം അന്ന് ആ വീട്ടിൽ ദീക്ഷിതും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾ ഒരു ചടങ്ങിനായി പട്ടണത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇതിലൂടെ എന്താണ് മനസ്സിലായത്? ഈ സംഭവം ചെയ്ത കൊലയാളികൾക്ക് അന്ന് ആ വീട്ടിൽ ദീക്ഷിതും ഭാര്യയും മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാവരും എന്തോ ഒരു ആവശ്യത്തിനായി പട്ടണത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യം എങ്ങനെയാണ് ലഭിച്ചത്? അപ്പോൾ കൊലയാളികൾക്ക് ഈ വിവരം അറിയാമായിരുന്നെങ്കിൽ വീടിനുള്ളിലെ ആരെങ്കിലും ഈ വിവരം കൊലപാതകികൾക്ക് നൽകിയിട്ടുണ്ടാകണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു. ഇപ്പൊ പോലീസ് ചിന്തിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ വീടിനുള്ളിൽ നിന്നും ഇതാരെങ്കിലും ചെയ്തതായിരിക്കുമോ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊല്ലപ്പെട്ട ദീക്ഷിതിന്റെ അച്ഛൻ പോലീസിനെ വിളിച്ച്, സർ, ദയവായി ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമോ? ഒരു എമർജൻസി സാഹചര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം എന്ന്. പോലീസ് ഉടൻ തന്നെ ആ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, ദീക്ഷിതിന്റെ സഹോദരനുണ്ട്. ഭാര്യയില്ല, അവൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. പോലീസ് വന്ന് എന്താണ് സംഭവിച്ചത്, എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു. ഇപ്പോൾ ദീക്ഷിതിന്റെ അച്ഛൻ പറഞ്ഞത്, സർ, എൻ്റെ മരുമകൾ വെൽസി നൽകിയ മൊഴി, ആ മൊഴി ഞാൻ വായിച്ചു. അതിൽ കൊലയാളികളിൽ ഒരാൾ മുകളിലത്തെ നിലയിൽ വന്നതായി അവൾ പറഞ്ഞു. അവൾ അന്ന് ധരിച്ചിരുന്ന സ്വർണമെല്ലാം അവിടെ ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ചിരുന്നു. അത് ഈ വന്നയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നവൾ പറഞ്ഞല്ലോ, അത് കള്ളമാണെന്ന് പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചപ്പോൾ അവൾ അന്ന് ധരിച്ചിരുന്ന എല്ലാ ആഭരണങ്ങളും ഈ വീട്ടിൽ ഇപ്പോൾ സുരക്ഷിതമായി തന്നെ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണിച്ചു തരാമോ എന്ന് ആവശ്യപ്പെട്ടു. ഉടനെ പോലീസിനെ ആ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവൾ അന്ന് ധരിച്ചിരുന്ന നെക്ലേസ്, ചെയിൻ, സ്വർണ്ണ വളകൾ എല്ലാം കാണിച്ചു കൊടുത്തു. അതും വില കൂടിയ ആഭരണങ്ങൾ. വീണ്ടും ആ അച്ഛൻ കൂട്ടിച്ചേർത്തു, ഞങ്ങൾക്കിപ്പോൾ വന്ന സംശയം, ശരിക്കും ഈ കൊലയാളികൾ ഞങ്ങളുടെ മരുമകളിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനവൾ കള്ളം പറഞ്ഞു? ഇതിനുശേഷം ദീക്ഷിതിന്റെ അമ്മ വരുന്നു. സർ, എനിക്കൊരു കാര്യം പറയണം. അതും എൻ്റെ മകന് കൊലപാതകം നടക്കുമ്പോൾ 25 വയസ്സാണ്, മരുമകൾക്കും ചെറിയ പ്രായമാണ്. ഇത്ര സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രായത്തിൽ അകാലമായി തന്നെ ഭർത്താവ് മരിച്ചുപോയാൽ ഭാര്യയ്ക്ക് അത് എത്ര വലിയ വേദനയായിരിക്കും. എന്നാൽ എൻ്റെ മരുമകൾക്ക് ഒരു തുള്ളി പോലും അതിൽ ദുഃഖമില്ല.
ഭർത്താവ് മരിച്ച അടുത്ത ദിവസം തന്നെ അവൾ സുഹൃത്തുക്കളെ കാണാൻ പുറത്തേക്ക് പോയി, ബ്യൂട്ടി പാർലറിലേക്ക് പോയി. അവൾ വളരെ സന്തോഷവതിയാണ്. അവളുടെ മുഖത്ത് 1% പോലും ദുഃഖമില്ല. ശരിക്കും ഞങ്ങൾക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നും പറഞ്ഞു. ഇപ്പോൾ സഹോദരൻ ഒരു കാര്യം പറഞ്ഞു, സർ, ഇവർ പറഞ്ഞത് ശരി തന്നെയാണ്. ഇവർക്കൊരു മകനാണുള്ളത്. അച്ഛൻ മരിച്ചുപോയാൽ അമ്മയായിരിക്കണം ആ കുഞ്ഞിനെ നോക്കേണ്ടത്. കുഞ്ഞ് അച്ഛനെ വിളിച്ച് നിലവിളിച്ച് കരയുമ്പോൾ അമ്മയായിരിക്കണം ആശ്വസിപ്പിക്കേണ്ടത്. എന്നാൽ അവൾ കുഞ്ഞിനെ പോലും ശ്രദ്ധിക്കുന്നില്ല. എപ്പോഴാണോ ദീക്ഷിതിന്റെ അവസാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞത്, അതിനുശേഷം മകനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇതൊന്നും ഞങ്ങളെ കൊണ്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എങ്ങനെയാണ് ഒരു സ്ത്രീയെ കൊണ്ട്, ഒരു അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെയാണ് അവൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കള്ളമായത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും മരുമകളെയാണ് സംശയം എന്ന രീതിയിൽ ആ കുടുംബം പറഞ്ഞു. മുഴുവൻ കുടുംബവും വെൽസി എന്ന ഈ ഒരു സ്ത്രീയെ നോക്കിയാണ് വിരൽ ചൂണ്ടിയത്. കൂടാതെ മരുമകളെ സംശയിക്കാൻ ആ കുടുംബം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞു. അതും പോലീസിന് ഈ ഒരു കേസിൽ വലിയൊരു വഴിത്തിരിവായി മാറി. അങ്ങനെ പോലീസിന് അവർ നൽകിയ അടുത്ത സൂചന എന്താണ്? ശരിക്കും വെൽസിക്കും ഈ ഒരു കൊലപാതകത്തിനും എന്താണ് ബന്ധം? അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത മറ്റേതെങ്കിലും ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ടാകുമോ? കാത്തിരിക്കുക ഭാഗം 2-നായി. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. അവസാനമായി ഒരു കാര്യം കൂടെ പറയേണ്ടത്, വളരെ ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ലോങ് വീഡിയോസിന് മാത്രം, ഷോർട്ട് വീഡിയോസ് നമുക്ക് ഡെയിലി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ലോങ് വീഡിയോസിന് മാത്രം നമുക്ക് പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതും കമന്റിൽ പറയുക. ഒറ്റ ഭാഗമായി തന്നെ പാർട്ട് 1 ആയിട്ട് തന്നെ നമുക്ക് ഫുൾ വീഡിയോയും കാണാം. പക്ഷേ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കുമെന്ന് മാത്രം. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് നിങ്ങൾ കമന്റിൽ പറയുക. അതിനനുസരിച്ച് അടുത്ത വീഡിയോസ് മുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.